തിരുവചനത്തിന്റെ ധ്യാനത്തിനായി നമുക്ക് ഹല്ലേലൂയ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 തുടങ്ങി 33 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു പോകാം. We'll turn our attention to Luke chapter 1 verse 26 to 33. ആമേൻ. പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മതി. ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, in this scripture here you can see ഇതിന് മുമ്പ് ഒരു സംഗതി ഉണ്ടാകുവാനിടയായി. there's something that happened before this. ഒരു ദൈവിക ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രവൃത്തി, ദൈവിക വെളിപ്പാട് ഉണ്ടാകുവാനിടയായി. Godly revelation has happened before ആ this. നാളുകളിൽ ഒന്നും സംഭവിക്കാതിരുന്ന ഒരു ദൈവത്തിന്റെ ശക്തമായ ഒരു ഇന്റർവെൻഷൻ, divine intervention that has not happened in the days before. ഒരു ജനത്തിനു വേണ്ടിയുള്ള ഒരു ദൈവ പ്രവൃത്തി, for a people, a work of God. ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ദൈവ പ്രവൃത്തി, a historic intervention of the Lord. അതിന്റെ അടുത്ത പടിയായി as the next step of it, ദൈവത്തിന്റെ ഇടപെടൽ നസ്രത്തിൽ ഉണ്ടാകുവാനിടയാകും. God is intervening in Nazareth. ആദ്യത്തേത് യഹൂദയിലാണ് ഉണ്ടായത്. In the first it was in Judea. യെരുശലേമിലെ ദേവാലയത്തിനകത്താണ് ഉണ്ടാകുവാനിടയായത്. It happened in the temple in Jerusalem. ആമേൻ. രണ്ടാമത്തേത് ഗലീല പ്രവിശ്യയിലെ നസ്രത്തിലെ ഒരു ഭവനത്തിനകത്താണ് ഉണ്ടായത്. Second time it happened in the province of Galilee, in the city of Nazareth. ദൈവം ആലയത്തിനകത്ത് ഒതുങ്ങുന്ന ദൈവമല്ല. God is not limited to the temple. ആമേൻ. ദൈവത്തിന് തന്റെ പ്രവർത്തിക്കായി ആമേൻ തന്റെ മക്കൾ ഏത് അനുഭവത്തിലായിരുന്നാലും ആമേൻ അവിടെ നിന്ന് അവരെ എടുത്ത് ഉയർത്തി തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവനാണ്. God can work in the life of his children to raise them up for his name's sake. Praise the Lord. ഞാൻ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷയ്ക്കായി ചെന്ന കാര്യം, നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. I've told to a village that I've gone to minister once. ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്ന മനുഷ്യൻ. It was a day wager. പിന്നത്തേതിൽ അദ്ദേഹം മേസ്ത്രിയായി. He became a tradesman after that. നല്ല മനോഹരമായ രീതിയിൽ ആമേൻ പണിയുന്നതായ ഒരു മേസ്ത്രി. He started to become a good builder. ആമേൻ. അതിനു മുമ്പ് അവർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. He came to the faith before that. എന്റെ ആത്മീക പിതാവ് തന്നെയാണ് അവരെയും കൃപയിലേക്ക് നടത്തുവാനിടയായി. My spiritual father led them to the grace. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ അവിടെ പോകുമ്പോൾ അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുവാനിടയായി. So I fellowship with them once in a while when I go there. ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ once I went there, ഞാൻ അറിഞ്ഞു ഇദ്ദേഹം ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങി. I came to know that he started the work of the Lord. കാരണം അദ്ദേഹത്തിന്റെ മേൽ കൃപാവരത്തിന്റെ ശുശ്രൂഷ കർത്താവ് കൊടുക്കുവാൻ തുടങ്ങി. He had a ministry of the Spirit. ആമേൻ. ആ കൃപാവരങ്ങളുടെ ശുശ്രൂഷ, that ministry, ആ ദേശത്ത് അദ്ദേഹം കോൺസെൻട്രേറ്റഡ് ആയി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ started concentrating in that land. ആത്മാക്കൾ വിടുവിക്കപ്പെടുവാനായി. Souls started to get saved. അങ്ങനെ അതൊരു സഭയായി മാറുവാനിടയായി. It became a church. ആമേൻ. അവരുടെ 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുവാനിടയായത്. I went there when there was 40 days of അദ്ദേഹം എന്നെ fasting. വഴിക്ക് വെച്ച് കണ്ട് ആമേൻ നിർബന്ധമായും പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് He പറയുവാനിടയായി. saw me on the way and he forced me to come to his പുതിയ prayer. പ്രവർത്തനമാണ്. It was a new. അവിടെ കടന്ന് ശുശ്രൂഷിപ്പാനിടയായി. I went there and ministered. ദൈവം വചനമായി അയച്ചു. God sent the word. അനേക രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. A lot of people were there. ആമേൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വചന ശുശ്രൂഷയുടെ മധ്യേ എഴുന്നേറ്റ് വരുവാൻ പറഞ്ഞു. I prayed for them. ഒരുപാട് പേര് എഴുന്നേറ്റ് വന്നു. A lot of people ഞാൻ came. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. I started praying. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം അന്യഭാഷയിൽ പറയുവാൻ തുടങ്ങി. As soon as I started praying, he started speaking in the tongues what I was saying. ആ ഒരു ഗ്രേസ് ഗിഫ്റ്റ് കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. That kind of gift was given to him. ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ when that ministry was going on, ആളുകളായി രോഗികളായിരുന്നവർ, people who were sick for a long time, മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ് ചെയ്തിട്ട് സൗഖ്യം വരാതിരുന്നവർ, who had gone to the medical college but not healed, സൗഖ്യമാകുവാനിടയായി. they started getting healed. ആ കർത്തൃദാസനെ ഗ്ലോറിയസ് ആയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന കാണുവാനിടയായി. God started using that man gloriously. കൂലിപ്പണിക്കാരനായിരുന്ന മനുഷ്യൻ, that day wager, മേസ്ത്രിയായ മനുഷ്യൻ, that builder, ഇപ്പോൾ ദൈവഭവനത്തിന്റെ പണിക്കായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. now he's used for building the house of the Lord. ദൈവജനമേ, ദൈവം ഇറങ്ങി വരുന്നത് ആലയത്തിനകത്ത് മാത്രമല്ല. God doesn't come down only in the temple. ദൈവം തന്റെ പദ്ധതിക്കായി എന്നെയും നിങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ, he's seen you for his plan. ആമേൻ. ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ടെങ്കിൽ, if his choosing is on you, നാം എവിടെ പോയി ഒളിച്ചാലും, wherever you go and hide, കപ്പലിന്റെ അടിത്തട്ടിൽ കടന്ന് അവൻ ഉറങ്ങിയാലും, even if you're
or in the beneath Amen. decks of the ship, ദൈവത്തിന്റെ ഇടപെടൽ there ഉണ്ടാകുവാനിടയാകും. will be an intervention from the Lord. Praise the Lord. Amen. Praise the Lord. Amen. ആമേൻ. ഇതാ ദേവാലയത്തിനകത്ത് ദൂതൻ ഇറങ്ങി വരികയാണ്. Here we can see the angel coming inside the ആമേൻ. temple. പുരോഹിതന്മാരോട് ദൈവത്തിന്റെ ദൂതന്മാർ ഇടപെടാം. Angels can talk to ആമേൻ. priests. പ്രവാചകന്മാരോട് ഇടപെടാം. They can deal with ആമേൻ. prophets. രാജാക്കന്മാരോട് They ഇടപെടാം. can deal with kings. എന്നാൽ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഇടപെടുമോ? But will they speak to normal ആമേൻ. people, ആ common man? കാലഘട്ടത്തിലെ മതത്തിന്റെ നേതാക്കന്മാർക്ക് അത് സംഭവിക്കാത്തൊരു കാര്യമാണ്. Religious leaders of that time never happened. It never അവരെ happened to them. സംബന്ധിച്ചിടത്തോളം എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ആമേൻ ദൈവം ദൂതന്മാരെ അയക്കുന്നത്. For them, they thought God sends angels to only elected people. Praise the Lord. എന്നാൽ പഴയ നിയമത്തിലും But in the Old Testament, പുതിയ in the നിയമത്തിലും New Testament, ഒരുപോലെ ദൈവിക ഇടപെടൽ ആമേൻ മറ്റൊന്നും നോക്കാതെ നടന്നിട്ടുണ്ട്. divine interventions happened with no other ആമേൻ. concerns. പലരും എന്നോട് A lot of ചോദിച്ചിട്ടുണ്ട്, people have asked ആമേൻ me, പാസ്റ്ററെ അവരോട് മാത്രമേ ദൈവം why സംസാരിക്കത്തുള്ളൂ, God speaks only to them? നമ്മളോട് ദൈവം Won't സംസാരിക്കത്തില്ല. God talk to ഞാൻ us? എത്ര നാളായി I've been പ്രാർത്ഥിക്കുകയാണ്, praying for a long ആമേൻ time. ഇതുവരെയും എന്നോട് God has സംസാരിച്ചിട്ടില്ല, not spoken to എന്നോട് me. ഇടപെട്ടിട്ടില്ല. Has not dealt ആമേൻ with me. എന്തുകൊണ്ടാണ് അങ്ങനെ? Why this എന്റെ happens? ജീവിതത്തിൽ വല്ല കുറവുമുണ്ടോ? Something wrong in my life? Praise the Lord. ജീവിതത്തിലെ കുറവെന്ന് പറയുന്നത് സംശയിക്കുന്നതാ. It's your doubt that's your ആമേൻ. wrongdoing. സംശയം കൂടാതെ നാം We need വിശ്വസിക്കുന്നുവെങ്കിൽ, to believe with no ആമേൻ, doubts. വിശ്വസിച്ചുകൊണ്ടുള്ള സമർപ്പണം We need നമുക്കുണ്ടാകുന്നുവെങ്കിൽ, to submit in faith. എല്ലാറ്റിനേക്കാളും മുഖ്യസ്ഥാനം ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും കൊടുക്കുന്നുവെങ്കിൽ, We give prime spot to God and His Word. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിപ്പാനിടയാകും. Miraculous divine interventions will happen in everyone's life. Praise the Lord. Amen. Praise the Lord. Amen. ഞാൻ അല്പം സ്പീഡാണെന്ന് തോന്നുന്നു. I think I'm fast. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇതാ Here. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ എന്ന പേരുള്ള ആമേൻ ഹല്ലേലൂയ മെസ്സഞ്ചർ ആയിട്ടുള്ള ദൂതൻ ആമേൻ പരിശുദ്ധ സ്ഥലത്ത് സെക്കരിയാവിന് വേണ്ടി എലിസബത്തിന് വേണ്ടി ആമേൻ ദൈവജനത്തിന്റെ മാനസാന്തരത്തിനായിട്ട് കൊണ്ടുവരുവാനുള്ള ഒരു തലമുറയുടെ ആമേൻ ദൂതുമായിട്ട് ഇറങ്ങി വന്നുവെങ്കിൽ, Here, if Gabriel came down to the temple for Zechariah and Elizabeth for bringing forth a generation salvation, ആമേൻ അവിടെ നിന്ന് മൈലുകൾക്കപ്പുറത്ത് ആമേൻ ഹല്ലേലൂയ ഒരു മലനാട്ടിൽ ആമേൻ ഗലീല പ്രവിശ്യയിൽ നാസറത്ത് എന്ന ഗ്രാമത്തിൽ ആമേൻ ഒരു ചെറിയ ഭവനത്തിനകത്തേക്ക് അതേ ദൂതൻ ഇറങ്ങി വരികയാണ്. I mean, the same angel came to another village miles from the temple called Nazareth to a small house there. നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു ഫിലോമോനെ കുറിച്ച്, ഓനസിമോസിനെ കുറിച്ച്. We studied about Philemon and Onesimus. ദൈവത്തിന് വേർതിരിവുകളില്ല, God does not have any ദൈവത്തിന് favoritism. വ്യത്യാസമില്ല. He does not have any നാം separation. എവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. He doesn't care what you do, where you നാം do it. വിശ്വസിക്കുന്നുവോ? Do you have faith? നാം ഏറ്റെടുക്കുന്നുവോ? Do you believe the word of the നാം Lord? Are സമർപ്പിക്കുന്നുവോ? you submissive? നാം അവൈലബിൾ ആണോ? If you're available for the Lord. കൂലിപ്പണിക്കാരനെ ആമേൻ ഹല്ലേലൂയ അത്യന്തം ആമേൻ ശക്തിയേറിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി കരങ്ങൾ എടുത്തുവെങ്കിൽ, If he can elevate a laborer for his ആമേൻ ministry. ചെരുപ്പ് കുത്തിയായിരുന്ന വില്യം കേറിയെ ആമേൻ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, If God can use William Carey, a cobbler, to university. സതി എന്ന ദുരാചാരം നിർത്തിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഫൈറ്റ് ചെയ്യുവാൻ ആമേൻ അത് ആമേൻ ഹല്ലേലൂയ വൈസ്രോയിയെ കൊണ്ട് ആമേൻ നിയമം മുഖാന്തരം ആമേൻ ഹല്ലേലൂയ കത്തിറക്കി അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിച്ചതിന്റെ പകർപ്പുമായി ആമേൻ തന്റെ ഭവനത്തിൽ വന്ന് അച്ചുനിരത്തി അടുത്ത പ്രഭാതത്തിൽ ആ വാർത്ത പബ്ലിഷ് ചെയ്യുവാൻ ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, If God could use William Carey to overturn the rule of sati and put that in the newspaper the next day, praise the Lord, Amen. നമ്മെ ഓരോരുത്തരെയും ദൈവം He ഉപയോഗിപ്പാനിടയാകും. can use every one of us. ഇന്നു മുതൽ Amen. എന്റെ പ്രാർത്ഥന, From today, my prayer കർത്താവേ is, നബി ബ്രദറിനെ എന്നാ ഉപയോഗിപ്പാൻ പോകും? God, when are you going to use Brother Nebi? കർത്താവേ ജോൺസനെ എന്നാ ഉപയോഗിപ്പാൻ When are you പോകും? going to use Johnson? Brother? കർത്താവേ ഹല്ലേലൂയ ആമേൻ നമ്മുടെ മെൽവിനെ എന്നാ ഉപയോഗിപ്പാൻ When പോകും? are you going to use Melvin? തിമോത്തി എന്നാ ഉപയോഗിപ്പാൻ When are you പോകുന്നത്? going to start using നമ്മെ Timothy? ഓരോരുത്തരെയും ഇനിയും ദൈവം എന്നാണ് ഉപയോഗിപ്പാൻ God's going to use പോകുന്നത്? all of us. When is He ആമേൻ, going to use നാം us ഒന്ന് from now on? സമർപ്പിച്ചുവെങ്കിൽ, If we can submit, ആമേൻ അസാധാരണമായ ഒരു അഭിഷേകം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട് എങ്കിൽ, if a supernatural ആമേൻ, anointing is on us, അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് നമുക്കായി ഇറങ്ങി വന്നുവെങ്കിൽ, if the Holy Spirit is coming down for അവൻ that for നമ്മുടെ us, ഹൃദയത്തിൽ അവൻ അഭിഷേകം പകർന്ന് നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കുന്നുവെങ്കിൽ, if He's anointed our heart and if He lives in us, അസാധാരണമായ ശുശ്രൂഷകൾക്കായി ദൈവം നമ്മെ God എഴുന്നേൽപ്പിക്കുവാനിടയാകും. will raise us for supernatural Praise the Lord. ministries. Amen. Praise the Lord. Amen. ആമേൻ. ഈ കാനഡയിൽ In Canada, ആമേൻ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായിട്ടുണ്ട്. God has to use, ആമേൻ. He wants to use കാൽവരിയിൽ us. ദൈവത്തിന് നമ്മെ He wants to ഉപയോഗിക്കാനായിട്ടുണ്ട്. use us in Calgary. ആമേൻ. അതിനുവേണ്ടി കൂടെയാണ് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവരുവാനിടയായത്. That is why He brought us here. ആമേൻ. ദൈവത്തെ അറിയാതിരുന്ന ഹല്ലേലൂയ ഏഷ്യൻസിന്റെ ഇടയിൽ, ഇന്ത്യക്കാരുടെ ഇടയിൽ, To people who did not know, ആമേൻ, Lord, ഹല്ലേലൂയ to ബ്രിട്ടീഷ് Indians, മിഷണറിമാരെ അവർ അയക്കുവാനിടയായി. just like I sent British സ്വീഡിഷ് missionaries, മിഷണറിമാരെ അവൻ അയച്ചു. Swedish missionaries. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അമേരിക്കൻസിനെയും ആമേൻ കനേഡിയൻസിനെയും അയക്കുവാനിടയായി. He sent Americans and Canadians. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആമേൻ അതിനുശേഷമായി രാജ്യങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്നോട്ട് പോയി. But then they all drove back from ആമേൻ. God. എന്നാൽ ഹല്ലേലൂയ നമ്മുടേതായ രാജ്യങ്ങളിൽ നിന്ന് അനേകർ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുകയാണ്. But a lot of people from our country ആമേൻ, is standing ഹല്ലേലൂയ. for His name's ഒരു glory. സെഞ്ചുറി അടിച്ച ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ When after a century, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ജെമീമയ്ക്ക് പറയുവാനുള്ളത്, ആമേൻ, ആ കളിയുടെ മധ്യത്തിലും അവളോട് ചേർന്നിരുന്ന ആമേൻ ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൾ ലോകം മുഴുവൻ ഒരു ഇവാഞ്ചലിസ്റ്റായി തീരുവാൻ ആമേൻ നിമിഷങ്ങൾ മതിയായിരുന്നു. Jemima Rodriguez just needed moments to lift the name of the Lord. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് നമ്മെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്? If that's the case, how is the Lord going to use ഒരു us? സമയത്ത് അവൾ നിന്ദിക്കപ്പെട്ടതാണ്. At one time she was അവളുടെ despised. പിതാവ് നിന്ദിക്കപ്പെട്ടതാണ്. Her dad was ആമേൻ. despised. അത് ആ പട്ടണത്തിലും ഇന്ത്യൻ പത്രങ്ങളിലും It was in the വരുവാനിടയായി. newspapers in India. എന്നാൽ അടുത്തത് ദൈവം കൊടുത്ത മാനമെന്ന് But then പറയുന്നത് God lifted her up ലോകം മുഴുവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു to raise the നിയോഗം. name of the Lord all over the world. Praise the Lord. Amen. ഒതുങ്ങിക്കൂടരുത് കേട്ടോ. Should not be contained. ഒത്തുവരുത്തപ്പെട്ടു പോകരുത്. Should not be എന്നെ contained. കൊണ്ട് പറ്റത്തില്ല എന്ന് പറയരുത്. Shouldn't say I can do കർത്താവേ, this. എന്നെ ഉപയോഗിക്കണം. Lord, please ആമേൻ. use me സുവിശേഷ വേലയിൽ for the gospel, ആമേൻ സുവിശേഷത്തിന്റെ സാമ്രാജ്യത്തിൽ for the kingdom of the ആമേൻ gospel, നിനക്ക് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടുവാൻ to be useful for ആമേൻ, you, ഹല്ലേലൂയ. ആമേൻ സഭാന്തരീക്ഷത്തിലെ ശുശ്രൂഷയിൽ for the church, ആമേൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടുവാൻ to be useful for you, എന്റെ Lord. മൂക്കിൽ നിന്ന് അവസാനത്തെ ശ്വാസം വെളിയിൽ വരുന്നതിന് മുമ്പ് Before the last breath comes ആമേൻ out of my ദൈവരാജ്യം nostrils, സംബന്ധമായി in relation to ആമേൻ ഒരു the kingdom of the signature Lord. ഇടുവാൻ എനിക്ക് അവിടുന്ന് കൃപ Lord, തരണമേ. help me to put a signature for your name. Praise the Lord. Amen. Praise the Lord. Amen. ആമേൻ. എന്തെങ്കിലും നേടി എന്നുള്ളതല്ല പ്രിയമുള്ളവരെ. Not that we received ആമേൻ. something, ഈ dear രാജ്യത്ത് ones. വന്നു എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർക്കോ അതൊരു വലിയ കാര്യവും ഒരു അത്ഭുതവുമാ. ആമേൻ. ഒരു പക്ഷേ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാ. It's a big thing for people who prayed us, or it's a fulfillment of promises that we came കാരണം here. ആഗ്രഹിച്ച പ്രയത്നിച്ച പലർക്കും അത് സാധിച്ചിട്ടില്ല. Because a lot of people didn't happen for Indeed, them. അത് ദൈവത്തിന്റെ വിശ്വസ്തത തന്നെയാണ്. It is the faithfulness of the Lord. എന്നാൽ മറു സൈഡിൽ But on the other side, എന്തിനു വേണ്ടി ഇവിടെ കൊണ്ടുവരുവാനിടയാ? why did God bring you here? ദൈവരാജ്യം സംബന്ധിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടോ? In relation to the kingdom of ആമേൻ. God, does God have a പരിശുദ്ധ plan? സ്ഥലത്ത് ഇറങ്ങിയ അതേ ദൂതൻ തന്നെ Same angel who came in the ഇപ്പോൾ holy ഇതാ ഒരു place ചെറിയ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി come വരികയാണ്. into a cottage. ആമേ. ഗബ്രിയേലേ, ഈ പ്രാവശ്യത്തെ നിന്റെ നിയോഗം എന്താണ്? Gabriel, what is your point ആമേൻ. this ഏത് time? പുരോഹിതന്റെ അടുക്കലാണ്? Which priest? ആമേ. ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്തോ അതിപരിശുദ്ധ സ്ഥലത്തോ? In the holy place or the ആമേൻ. most holy അല്ലവേ place? അല്ല. No, not both, ആമേൻ. not in either. നസ്രത്തിലെ ഒരു സാധു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഞാൻ പോകുകയാണ്. I'm going to a girl in Nazareth. Praise the Lord. Amen. Praise the Lord. Amen. ആമേൻ. അവൻ എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. She's given me a അവൾക്ക് purpose. കൈമാറുവാൻ ഒരു ദൂത് തന്നിട്ടുണ്ട്. She's given me a message that I ആമേൻ. need to give her. ആദ്യത്തെ ദൂതിനേക്കാൾ വലിയൊരു ദൂതാണ്. It's a bigger message than the first one. ആദ്യത്തേത് യഹൂദാ ജനത്തിന്റെ മനസ്സാന്തരത്തിനുള്ള ഒരു ഹല്ലേലൂയ പ്രസംഗകനായിരുന്നുവെങ്കിൽ If that was for the salvation of the Jews, ഇതാ ഇപ്പോഴത്തെ ദൂതിന്റെ നിവർത്തി എന്ന് പറയുന്നത് so this message is മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി ആമേൻ ദൈവത്തിന്റെ പുത്രനെ ആമേൻ ലോകത്തിന് നൽകുവാനുള്ള ഒരു ദൂതിന്റെ നിയോഗവുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. this message is for the salvation of the whole world regarding to the Son of God. Praise the Lord. Amen. Praise the Lord. Amen. ഗബ്രിയേലിന്റെ സന്തോഷം എത്രയധികമായിരിക്കും അല്ലേ? How happy would Gabriel be? ആമേൻ. ഒരു ദൂത് ആരെക്കുറിച്ചെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ
If God gives me a message regarding anyone, ആ ദൂതൊരു വലിയ അനുഗ്രഹത്തെ കുറിച്ചാണെങ്കിൽ if it's a message regarding പറയാൻ blessing, എനിക്ക് എന്തൊരു സന്തോഷമായി. I'll be very happy to say that. ആമേൻ ഹല്ലേലൂയ. അത് നിവർത്തിയായി കഴിയുമ്പോൾ When it's fulfilled, തമ്മിൽ കാണും പറയാം അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ദൂത്. I'll tell them, you remember I told you Praise this? the Lord. Amen. ഞാൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞത്. It's not me who said it, it's ആമേൻ. God ദൈവം who ഒരു revealed it. ഉപകരണമായിട്ട് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. God just used me as an Praise the instrument. Lord. ആമേൻ Amen. ഹല്ലേലൂയ. Amen. അങ്ങനെയാണെങ്കിൽ If that's the case, സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് things that were going to happen, ആമേൻ ചില നിയോഗത്തെക്കുറിച്ച് some purposes, ആമേൻ ചിലരെ കർത്താവിന്റെ കരങ്ങളിൽ ദൈവരാജ്യ സംബന്ധമായി അതിശക്തമായി ഉപയോഗിപ്പാൻ പോകുന്നതിനെ കുറിച്ച് regarding using people for the kingdom of the ഒരു Lord. ദൂത് പറയുവാൻ നിയോഗമുണ്ടായ If you have a purpose to say that കർത്താവേ message, സുവിശേഷത്തിനായി God for the ആമേൻ gospel, കർത്താവേ അതിന്റെ ആമേൻ പിന്നിൽ സഹായഹസ്തമായി as a helping hand behind it, കർത്താവേ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുവാനായി for people who are in distress, ആമേൻ എനിക്ക് കൃപ തരണം, അതിനുള്ള ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി God give me the grace to bow my ആമേൻ knees. സ്വർഗ്ഗത്തിൽ നിന്ന് രണ്ടാം പ്രാവശ്യവും ഇതാ ആമേൻ ഗബ്രിയേൽ ദൂതൻ ഇറങ്ങുകയാണ്. Here's the second time Gabriel's coming from the നസറേത്തിലെ ഒരു heavens. സാധു പെൺകുട്ടിയുടെ അടുത്തേക്ക് He comes to a girl in Nazareth 6-ാം മാസത്തിൽ in the 6th month. ആമേൻ ഗബ്രിയേൽ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കലേക്ക് അയച്ചു. He comes to a virgin who's been betrothed to Joseph from the house of David. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. The name of the virgin is Mary. Praise the Lord. Amen. Amen. ഇന്ന് ലോകത്തൊരു കോളിളക്കം നടന്നുകൊണ്ടിരിക്കുക. Something's happening in the world today. ആ കോളിളക്കത്തെ കുറിച്ച് റോബിച്ചാൻ ഇടയ്ക്കെന്ന് പറയാനിടയായി. Robbie Chan mentions it ആമേൻ in between ഹല്ലേലൂയ. today. നമ്മുടെ തിയോളജിയിൽ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ തിയോളജിയിൽ, ഈവൻ പ്രൊട്ടസ്റ്റന്റ് തിയോളജിയിലും പ്രധാനപ്പെട്ട തിയോളജി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് തിയോളജി. Systematic theology is the most important part of our theology. ആമേൻ. എന്നാൽ റോമൻ കത്തോലിക്കർ അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ളതാണ്. But Roman Catholics have a particular ആമേൻ. അവരുടെ ഒരു theology. പ്രധാനപ്പെട്ട തിയോളജിക്കൽ ശാഖയാണ് മേരിയോളജി എന്ന് പറയുന്നത്. Mariology is a branch of the Catholic മറിയയ്ക്ക് theology. വേണ്ടി തന്നെ ആമേൻ അതിനോടുള്ള ബന്ധത്തിൽ ആമേൻ ഒരു വലിയ തിയോളജിക്കൽ ശാഖ അവർക്കുണ്ട്. They have a big branch in relation with Mary. ആ ശാഖ ഡെവലപ്പ് ചെയ്താണ് That branch developed. ഹല്ലേലൂയ മേരിയെ, ഈ സാധു പെൺകുട്ടിയെ തിയോടോക്കോസ് എന്ന് പറയുന്ന ഒരു ഉപദേശത്തിലേക്ക് അവർ കൊണ്ടുവരേണ്ടതായി. They brought Mary to a level called Theotokos with this theology. ആമേൻ. തിയോടോക്കോസ് എന്നതിന്റെ അർത്ഥം The meaning of Theotokos ദൈവമാതാവ് എന്നാണ്. is the mother of God. ആമേൻ. അവർ കൊണ്ടുവന്നതായ തിയോളജി അതാണ്. That's the theology they ആമേൻ. brought. എപ്പോഴും ഈസ്റ്റേൺ തിയോളജിയും വെസ്റ്റേൺ തിയോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. There's always a difference between Eastern and Western theologies. മറിയ ആ കാലഘട്ടത്തിലെ അതിശ്രേഷ്ഠയായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധമതിയാണ്. Mary, no doubt, is a holy lady who was chosen by God at that time. അനേകർ ഒരു മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നില്ല. Nobody waited for Messiah. അനേകർ ആമേഖല ഒരു മശിഹയുടെ വരവിന് വേണ്ടി, ജനത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല. Not a lot of people prayed for the redemption of these people. എന്നാൽ ആമേൻ യഹോവേ ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ. But Lord, give us a deliverance. അങ്ങയുടെ മശിഹയെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തരണമേ. Send us your Messiah. നിന്റെ ജനത്തോട് കരുണ തോന്നണമേ. Have mercy on your people. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും തലമുറകളോട് നിനക്ക് മനസ്സിൽ ഉണ്ടാകണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു കൂട്ടം സാധുക്കളായ ആമേഖല ഇസ്രായേൽ മക്കളൊന്നുണ്ടായിരുന്നു. But there were a small group of people who prayed to the Lord of Abraham, Isaac and Jacob ദൈവം for ഇടപെടാതെ their വന്നതുകൊണ്ട്, deliverance. When God did not intervene, ദൈവിക പ്രവാചകന്മാരില്ലാതെ വന്നതുകൊണ്ട്, when there were no prophets, ആമേൻ, അവർക്ക് വലിയ വേദനയായിരുന്നു. it was a big ആ hurt to them. വേദനയെ അവർ ദൈവത്തോട് നിലവിളിച്ചു. From that hurt, they called out to the ആ Lord. കൂട്ടത്തിൽ ആമേൻ ചെറിയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു മറിയ എന്ന് പറയുന്നത്. So Mary was a little girl among those people who called out to the അപ്പോൾ Lord. റോമൻ കാത്തലിക് ട്രഡിഷൻ So in the Roman Catholic tradition, മറിയെ ആമേൻ തിയോടോക്കോസായി അല്ലെങ്കിൽ ദൈവ മാതാവായി പഠിപ്പിക്കുവാൻ ചിത്രീകരിക്കുവാനായിട്ട് തുടങ്ങി. they started teaching Mary as the mother of God. അതുകൊണ്ട് മാതാവിനെ രക്ഷകയായിട്ട് അവർ വിശ്വസിച്ചു. So they started believing her as a savior. മാതാവിനോട് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ They തുടങ്ങി. started praying for salvation to Mary. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് മറിയോടുള്ള പ്രാർത്ഥനകൾ ആമേൻ വളരെയധികം ഉണ്ടാകുവാനിടയായത്. That is the reason why there's a lot of prayers towards Mary. Like ആമേൻ. that. ഇപ്പോൾ ഇതാ തലയ്ക്ക് മേളിലൂടെ ആമേൻ ശ്രേഷ്ഠ ഇടയന്റെ ലേഖനം വന്നു. Now over him the shepherds have made a മാർപ്പാപ്പയുടെ report. പള്ളികളിൽ വായിക്കാതിരിക്കാൻ പറ്റുമോ? You got to read that report from the Pope. മേരിയോളജി നടുവെ വെട്ടിമുറിച്ചിരിക്കുന്നു. He has cut down Mariology in half. തിയോളജിക്കൽ ബ്രാഞ്ചിന്റെ മേൽ കത്തിവെക്കുവാനിടയാണ്. He's putting a knife on the branch of the theology. ദൈവപ്രവചനം
പ്രവൃത്തിയാ കേട്ടോ. It's a work of the ആമേൻ. Lord. ഒരു സമയത്ത് കത്തോലിക്ക സഭ അതിശക്തമായ പാരമ്പര്യത്തിലേക്ക് മാറിയപ്പോൾ When at one time when they moved ആമേൻ, strongly ഹല്ലേലൂയ, towards അതിന്റെ tradition, മധ്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുവാനിടയായി. there is a godly intervention ആമേൻ, that's ഹല്ലേലൂയ. happening. ആ ഇടപെടലിന്റെ പേരാണ് കരിസ്മാറ്റിസം എന്ന് പറയുന്നത്. That intervention that happened is called ഉപദേശിമാര് charismatism. വെറുതെ നിന്ന് എല്ലാത്തിനെയും ക്രിറ്റിസിസം ചെയ്യുവാനിടയാകും. People started criticizing ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആ everything. കരിസ്മാറ്റിക് മൂവ്മെന്റ് മുഖാന്തരമാണ് Because of the charismatic എത്രയോ movement, പേര് യേശുവിനെ a അറിയുവാനിടയായി. lot of people come to know ആമേൻ, Jesus. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് The Holy Spirit, ആമേൻ ലിബറേറ്റർ ആണ്. He is the liberator. ആമേൻ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. He frees people with the ആമേൻ, truth. കരിസ്മാറ്റിസം അവരെ ബൈബിളിലേക്ക് അടുപ്പിച്ചു. Charismatism brought ആമേൻ, them to the ബൈബിൾ Bible. വായിക്കുവാൻ തുടങ്ങി. They started reading the Bible. ഹീലിംഗിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. Started talking about healings. ബന്ധനങ്ങൾ അഴിയുന്നതിനെ കുറിച്ച് They പറയുവാൻ started തുടങ്ങി. talking about yokes അത് അവരെ being released. കൂടുതൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് അടുപ്പിച്ചു. It brought them to the ആമേൻ, scriptures. വേദപുസ്തകം പഠിക്കുവാൻ തുടങ്ങി. They started learning ആമേൻ, the കുറെ Bible. കഴിഞ്ഞപ്പോൾ After ഹല്ലേലൂയ, a ഇന്ത്യയിലെയും ഏഷ്യയിലെയും ബിഷപ്പുമാർ ഒരുമിച്ച് കൂടി India's and Asia's bishops came നമുക്ക് together. കരിസ്മാറ്റിസം നിർത്തണം. They said we have to ഇത് stop charismatism. നിർത്തിയില്ലെങ്കിൽ എല്ലാവരും പെന്തിക്കോസിലേക്ക് പോകും. If not, then everybody will go to Pentecost. മനസ്സിലായോ? കരിസ്മാറ്റിസം മുഖാന്തരം ഒത്തിരി പേര് ആമേ കത്തോലിക്ക സഭ വിട്ട് എവിടേക്ക് വന്നു, ആമേ രക്ഷിക്കപ്പെടുകയും വേർപാട് ഉള്ള ആൾക്കാരുടെ മധ്യത്തിലേക്ക് വരുവാനിടയാണ്. Because of charismatism, a lot of people were saved and separated from Catholics. ഇത് ഏക രക്ഷകനേ ഉള്ളൂ. There is only one അത് Savior. കർത്താവായ യേശു It's ക്രിസ്തുവാണ്. Lord ആമേ, Jesus മറിയ Christ. രക്ഷകയല്ല. Mary is not a ആമേ, മറിയ Savior. യേശുവിന്റെ അമ്മയാണ്. Mary is the mother ആമേൻ, of അവർ God, Jesus. വിശുദ്ധയാണ്. She is holy. ആമേൻ, അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോടാണ്. So we should pray to Jesus. ഏക മധ്യസ്ഥനേയുള്ളൂ. There's only one അത് mediator. കർത്താവായ യേശു That is the ക്രിസ്തുവാണ്. Lord Jesus മറിയല്ല Christ. മധ്യസ്ഥ. Mary is not ആമേൻ, the അതിനോട് mediator. ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ പുറത്തു A വന്നുകൊണ്ടിരിക്കുകയാണ്. lot of things are coming out Praise the regarding Lord. those things ആമേൻ, nowadays. ഹല്ലേലൂയ. അതിനകത്തെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ചിന്തിക്കുന്ന തിങ്കിങ്, ആമേൻ, ഹല്ലേലൂയ, ബ്രെയിൻ ഉള്ള ആൾക്കാർ ആമേൻ തിയോളജി മാറി പഠിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. Think tanks in there starting to read theology or look at it in a different way now. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെയുള്ള സഭകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഭയമാണ്. The foundation of these churches are all ആമേൻ, fear. ഭയപ്പെടുത്തിയാണ് ഇവരെ എല്ലാം ഇതിനകത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. It's all by fear that they have people there. അതിനുവേണ്ടിയാണ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം പുണ്യവാളന്മാരോടും വിശുദ്ധന്മാരോടും മാതാവിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. That's why they pray to saints and holy people and Mary instead of എന്തായാലും Jesus. ചെറിയൊരു വിഷയം വന്നാൽ പെട്ടെന്ന് അവർ നേർച്ച നേരും. If there's a small thing, they suddenly commit a promise. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഈ ഡിഗ്രി വന്നു കഴിഞ്ഞപ്പോൾ Once his decree came ഇതിനെ out, പേപ്പൽ ഡിഗ്രി എന്നാ പറയുന്നത്. it's called a papal ആമേൻ, decree. ഹല്ലേലൂയ. അതിന് അതിൻ്റെതായ ഒരു ഫോഴ്സ് ഉണ്ട്, അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. It has a power of itself. കത്തോലിക്ക സഭയിൽ ആർക്കും അതിനെ മുടക്കം വരുത്തുവാൻ Nobody സാധ്യമല്ല. can say no to that decree. ആമേൻ, ലിയോയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം I thank ചെയ്യുന്നു. God for Leo. മരിക്കും മുമ്പ് രക്ഷിക്കപ്പെട്ട് Before he dies, he ആമേൻ, needs to be ഹല്ലേലൂയ, saved. ദൈവത്തിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. I wish he's in the presence of the Lord. പ്രിയമുള്ളവരെ, മേരിയോളജിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിരിക്കുകയാണ്. In Mariology, the Holy ആമേൻ, Spirit has ആ intervened, theological dear ones. ബ്രാഞ്ചിനെ ദൈവം God's മുടിച്ചിരിക്കുകയാണ്. broken the branch of ഞാൻ ഇവിടെ theology. നിന്ന് ഇത് പറയുമ്പോൾ When I say it today, എത്രയോ standing here, വർഷമായി for a long ആമേൻ, time, നിത്യതയിലേക്ക് എടുക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ, holy ones have been ആമേൻ, taken up to അവരുടെ ഒരു eternity. മുഖ്യ പ്രാർത്ഥനാ വിഷയമായിരുന്നു. One of their main ആമേൻ, prayers, ദൈവമേ, നിന്റെ സ്ഥാനത്ത് God in your ആമേൻ, place. മനുഷ്യനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, Prayers being prayed to ആമേൻ, ഈ man, പാരമ്പര്യത്തിന്റെ പൈശാചിക ബാധ, this devilish ആമേൻ, thing of the മരിച്ചവരോടുള്ള tradition, പ്രാർത്ഥന, prayer to dead ആമേൻ, ones. അതൊന്ന് God, we നിൽക്കുവാനിടയാകണം. pray that it ആ gets stopped. പ്രാർത്ഥനയുടെ മറുപടി കൂടി ആ ദൈവം This is the answer to ആമേൻ, that നാം prayer. മരിച്ചുപോയാലും Even if you നമ്മുടെ die, പ്രാർത്ഥന കേട്ട ദൈവം, the Lord who ആമേൻ, hears our prayer, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. the Lord who answers the ആമേൻ, നമ്മുടെ prayer. പ്രാർത്ഥന വൃഥാവാകയില്ല. None of your prayers will go in vain. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. Prayer tirelessly. ആമേൻ, Amen. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആലയത്തിനകത്ത് Prayer ഇറങ്ങിയ without ദൂതൻ, ceasing. The angel who came in ആമേൻ, the അതേ temple. ദൂതൻ തന്നെ ഇതാ ഒരു ചെറിയ വീടിനകത്തേക്ക് The വരികയാണ്. same angel is coming to a മറിയയുടെ house, അടുത്തേക്ക്. coming to Mary. ആമേൻ, മറിയയുടെ അടുത്തേക്ക് ദൈവത്തിന് തന്റെ ഒരു ദൂതനെ അയക്കാമെങ്കിൽ If God can send an angel to യേശുവിന്റെ Mary, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ അടുത്തേക്ക്, to us who are മറിയ, redeemed by ആമേൻ, His blood. ന്യായപ്രമാണത്തിന്റെ കീഴെ ജീവിച്ചിരുന്ന ഒരു ദൈവ പൈതലായിരുന്നു. Mary was a child of God who lived under എന്നാൽ the. നാം കൃപയുടെ പ്രമാണത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. We live under the law of ആമേൻ, grace. ഹല്ലേലൂയ. നമ്മുടെ അടുത്തേക്ക് അവനൊരു ദൂതനെ അയച്ചുകൂടായോ? Can't He send an angel ആമേൻ, to ഹല്ലേലൂയ. us? എന്തിനാ പ്രിയമുള്ളവരെ ദൂതനെ അയക്കുന്നത്? Why does He send angels, അവിടുത്തെ dear ones? പരിശുദ്ധാത്മാവ് കൃപയാൽ ആമേൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നില്ലയോ?
Amen. Does the Holy Spirit not live in us by grace? എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നില്ല? Why can't we talk to the Holy ആമേൻ. Spirit? ദൈവത്തിന്റെ ആത്മാവിനോട് ആമേൻ വിഷയങ്ങൾ Why പറയുന്നില്ല. can't we share our problems to the Holy Spirit? എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് ആലോചന Why ചോദിക്കുന്നില്ല? can't we ask counsel to the Holy Spirit? ഒരു ദൂതനെ അയക്കണമെങ്കിൽ അവൻ അയച്ചിരിക്കും. He'll send an angel if he needs to. ദൂതന്മാർ കാവലിന് വേണ്ടി വന്നിട്ടുണ്ട്. God is an angel for ഇന്ന് your നമ്മുടെ ഈ safety. ആലയത്തിന് ചുറ്റും ദൂത സൈന്യമുണ്ട്. There's an angelic ആമേൻ. army ഇതിനകത്ത് around this temple. ദൂതന്മാരുണ്ട്. There's എന്നാൽ angels in the അതിനേക്കാൾ church. എല്ലാം ശ്രേഷ്ഠമാണ്. But over all of ആമേൻ. that, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. there is the presence of the triune God. രക്ഷിതാവാം ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. The Savior Lord is in us. ആത്മാഭിഷേകം പ്രാപിച്ചവരിൽ പരിശുദ്ധാത്മാവുണ്ട്. The Holy Spirit is here ആമേൻ. within us. അങ്ങനെയാണ് എങ്കിൽ If that's the case, എന്തിനൊരു ദൂതൻ ഇറങ്ങണം? why does an ആമേൻ. angel have to come? പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടത്തില്ലയോ? Wouldn't the Holy Spirit ആത്മാവ് deal നമ്മോട് with us? സംസാരിക്കത്തില്ലയോ? Wouldn't it talk to us? ആത്മാവ് നമ്മുടെ ആ തലമുറകൾക്ക് വേണ്ടി ഇടപെടത്തില്ലയോ? Will the Holy Spirit not intervene for our children? Praise the Lord. Amen. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പദം പറയുന്നത് നിർത്തുക. Stop saying ആമേൻ. words. വിഷമിക്കുന്നത് നിർത്തുക. Stop being ആമേൻ. തെറ്റായ disdained. ധാരണകൾ നിർത്തുക. Stop wrong ആമേൻ. perspectives. ഹല്ലേലൂയ. വൃഥ ആമേൻ ചിന്തകൾ നിർത്തുക. Stop vain എന്നിട്ട് thoughts. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക. And tell the Holy Spirit, എന്നോട് സംസാരിക്കണം. Spirit of the Lord, speak എന്റെ to me. വിഷയത്തിൽ ഇടപെടണമേ. Amen. Intervene in my തലമുറകളുടെ prayers. വിഷയത്തിൽ ഇടപെടണമേ. Intervene in my സഭയുടെ children's വിഷയത്തിൽ lives. ഇടപെടണമേ. Intervene in my church. ദേശത്ത് അവിടുന്ന് ഇടപെടണമേ. Intervene in this land, O ദേശത്തെ Lord. ദൈവജനത്തിനു വേണ്ടി ഇടപെടണമേ. Intervene for the children of God in this land. Praise the Lord. Hallelujah. മറിയയുടെ അടയ്ക്കലേക്ക് സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വരികയാണ്. Angel of the Lord is coming ആമേൻ. to ഗബ്രിയേൽ ഇറങ്ങി Mary. വരികയാണ്. Gabriel's ആമേൻ. coming. ഗബ്രിയേൽ ഇറങ്ങി വന്നിട്ട് Gabriel comes. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്ത ആമേൻ കന്യകയുടെ അടുക്കൽ. Gabriel comes to this Virgin Mary who's betrothed to Joseph ആ in the house of കന്യകയുടെ David. പേർ മറിയ എന്നായിരുന്നു. Her name, the virgin's name was Mary. ആ റൂട്ട് കണ്ടോ? You see the route? ആ പേര് കേട്ടോ? You see the name? ആ സ്ഥലം കേട്ടോ? See the place? എത്ര സ്പെസിഫിക് ആണ്. How specific it is. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല കേട്ടോ. God doesn't എന്റെ have അടുത്തോട്ട് വരേണ്ട mistakes. ദൂതൻ ജസന്റെ അടുത്തേക്ക് പോകത്തില്ല. God supposed to come to me will not go to somebody ജസന്റെ else. വരേണ്ട ദൂതൻ എന്റെ അടുത്തേക്ക് That message വരത്തില്ല. will not come to ആമേൻ. him. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. It will not. He എന്റെ will not miss ശുശ്രൂഷയല്ല it. ജസനെ ഏൽപ്പിച്ചിരിക്കുന്നത്. My ministry is ജസനെ not for somebody ഏൽപ്പിച്ചിരിക്കുന്ന else. ശുശ്രൂഷയല്ല എന്നെ His ഏൽപ്പിച്ചിരിക്കുന്നത്. ministry is not for somebody else. ഇൻഡിസ്പെൻസിബിൾ ആയ ശുശ്രൂഷയാണ് കൃപയാൽ ആമേൻ നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുന്നത്. He has poured out indispensable Amen. ministry Hallelujah. by സഭയല്ല grace on all of us. വിഷയം. It's not the church. It's not ആമേൻ. church. Not the നാമാണ് problem. വിഷയം. We are the problem. നമ്മുടെ വിശ്വാസമാണ് വിഷയം. Our level of faith is the നമ്മുടെ problem. പ്രാർത്ഥനയാണ് Our വിഷയം. prayers are the നമ്മുടെ problem. ദൈവവുമായുള്ള ബന്ധമാണ് വിഷയം. Our relation with ആമേൻ. God is the ദൈവത്തോട് problem. നമുക്ക് ആഴമായ ബന്ധമുണ്ടെങ്കിൽ How deep are you with your ആമേൻ, relation with സംശയ God? വിചാരങ്ങളുടെ ആവശ്യമേ ഇല്ല. You don't have to doubt if you have a deep Praise the relation with Lord. God. Amen. ആമേൻ. മറിയയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാ, The angel comes to Mary ആമേൻ, and he കൃപ says, ലഭിച്ചവളേ നിനക്ക് വന്ദനം. greetings, O favored ആമേൻ. one. കർത്താവ് നിന്നോട് കൂടെ. The Lord is with you. എന്തിയ കർത്താവ്? Where is the Lord? ആമേൻ. എന്തിയ കർത്താവ്? Where is the ആമേൻ. Lord? ഈ വന്ദനസ്വരം പറയുമ്പോ When he says this എവിടെയാണ് greeting, കർത്താവ്? where is the Lord? ആമേൻ. തൃത്വത്തിൽ രണ്ടാമനായവൻ Where's എവിടെയാണ്? the second one in the ആമേൻ. Trinity? ദൂതന് തെറ്റു പറയുവാൻ സാധ്യമല്ല. angel will not tell his ആമേൻ. mistake. ദൂതൻ പറയാ, കൃപ ലഭിച്ചവളേ. He says, O favored one, ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വന്ദനം. greetings to you. ആമേൻ. കർത്താവ് നിന്നോടുകൂടെ. The Lord is with എന്ന് you. പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനായവൻ. That means the Son of ആമേൻ. God. ആമേൻ. ജഡാവതാരം എടുത്തവളുടെ ഉദരത്തിൽ പിറക്കുന്നതിന് മുമ്പേ Before he came to the shape ആമേൻ, of a അവളുടെ man, മേൽ നിയോഗം പകർന്നിരിക്കുന്നത് കൊണ്ട് because a purpose on her, നിയോഗത്തിന്റെ ആരംഭം കുറിക്കുന്നതിന് മുമ്പേ before the beginning of that ആമേൻ, അതിന്റെ purpose, മെസ്സേജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ before getting that message, ആമേൻ, അവന്റെ സാന്നിധ്യം അവൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയാ. his presence was come ആമേൻ, down for അതുകൊണ്ടാ her. പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. That's why she says, greetings ആമേൻ, to കർത്താവ് favored one. നിന്നോടുകൂടെ. Because the Lord is with you. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ. Dear child of God who say, ആത്മാഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ. child of God who is ആമേൻ, anointed, കർത്താവ് നിന്നോടുകൂടെ hallelujah, the ഇല്ലായോ? Lord, if the Lord is not with you, isn't കർത്താവ് he with നിന്നോടുകൂടെ you? ഇല്ലായോ? Isn't he with നിന്റെ you? ജോലിസ്ഥലത്ത് കർത്താവ് Isn't നിന്നോടുകൂടെ he with you in ഇല്ലായോ? your workplace? നിന്റെ ഡ്രൈവിംഗിൽ കർത്താവ് In നിന്നോടുകൂടെ your work, in ഇല്ലായോ? your drivings? നീ ഭാരപ്പെട്ടപ്പോൾ കർത്താവ് നിന്നോടുകൂടെ When you were ഇല്ലായോ? down, നീ അവൻ നിന്ദിക്കപ്പെട്ടപ്പോൾ കർത്താവ് നിന്നോടുകൂടെ ഇല്ലായോ? when you were disdained, ആമേൻ, ഹല്ലേലൂയ. നീ ആമേൻ, ഹല്ലേലൂയ, ഡ്രൈവ് ചെയ്തപ്പോൾ, hallelujah, when you were നിന്റെ driving, ഭവനത്തിലായിരുന്നപ്പോൾ, when you were
in your നിന്റെ house, സഭയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ when there was a trouble in your കർത്താവ് church, നിന്നോടുകൂടെ wasn't the ഇല്ലായിരുന്നു. Lord with you? Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. മറിയെ പോലൊരു സമർപ്പണം ഉണ്ടാകുന്നുവെങ്കിൽ, If we have a submission like ആമേൻ, Mary, അതുപോലൊരു ആഗ്രഹം we have a ഉണ്ടാകുന്നുവെങ്കിൽ, desire like ആമേൻ, Mary, അതുപോലൊരു പ്രാർത്ഥന we have a prayer like ആമേൻ, Mary. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായുള്ളവേ, God of Abraham, Isaac, and Jacob, ആമേൻ, ഹല്ലേലൂയ, മശിഹയെ അയക്കണമേ. send your Messiah, ഞങ്ങളുടെ Lord. രക്ഷിതാവിനെ അയക്കണമേ. Send our Savior, O Lord. ആമേൻ, അതിനുവേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരുടെ അടുക്കൽ, To them who are prepared, ആമേൻ, ഒരു സ്വർഗീയ സന്ദേശം a എത്തുകയാണ്. heavenly message ആമേൻ, arrives. ഹല്ലേലൂയ, കൃപ ലഭിച്ചവളെ നിനക്ക് Oh, വന്ദനം. favored one, greetings to you. എന്തെങ്കിലും Hallelujah. ദൂതന്മാരുടെ ഒരു വന്ദന സ്വരം നാം കേട്ടിട്ടുണ്ട്. Have you heard a greeting from an angel ആമേൻ, anytime? എന്തെങ്കിലും ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വന്ദനം ചെയ്യുന്നത് Have you heard a കേട്ടിട്ടുണ്ടോ? greeting from the Holy ആമേൻ, Spirit ഹല്ലേലൂയ, anytime? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? An appreciation from the ആമേൻ, Holy well Spirit. done എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് Have കേട്ടിട്ടുണ്ടോ? you heard him say, well done? ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഇതൊക്കെയും പറയുന്ന He ആത്മാവ്. says, he is a spirit that says all these things. He is a spirit that gives us confidence. He empowers us. ആമേൻ, നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന He ആത്മാവ്. appreciates us. ആമേൻ, Amen. ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരിലൂടെ നമ്മോട് സംസാരിപ്പാനിടയാകും. Maybe God will speak to some ആമേൻ, people ഹല്ലേലൂയ, to us. ആരും ഒരിക്കലും ഡ്രീം പോലും കണ്ടിരുന്നില്ല. No one have ever probably dreamt of ആമേൻ, it. നസ്രേത്തുള്ള സാധു കുടുംബത്തിൽപ്പെട്ട മറി എന്ന ആമേൻ കന്യകയുടെ അടുക്കലേക്ക് സ്വർഗ്ഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വരും. Nobody have dreamt that an angel will come down to a Praise the Lord. simple virgin in ഇതൊരു Nazareth. പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. This is a very ഇതൊരു important time. വല്ലാത്ത This is a കാലഘട്ടമാണ്. very important യേശു time. കർത്താവിന്റെ വരവിന്റെ മുന്നോടിയായിട്ടുള്ള This is കാലഘട്ടമാണ്. just before the coming of the Lord. അനേകർ വിശ്വാസം ത്യജിച്ചു കളയുന്ന ഉപേക്ഷിക്കുന്ന A lot കാലഘട്ടമാണ്. of people are giving up their ആമേൻ, ഈ faith. കാലഘട്ടത്തിൽ മറിയെ പോലെ ആയിരിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും Can you വിളിക്കുകയാണ്. be like Mary ആമേൻ, in these ഹല്ലേലൂയ. days? യോസഫിനെ Hallelujah. പോലെ ആയിരിക്കാൻ Can you എന്നെയും be നിങ്ങളെയും like Joseph വിളിക്കുകയാണ്. these days? ഒരു പ്രത്യേക Hallelujah. തിരഞ്ഞെടുപ്പോടുകൂടി ആയിരിക്കാൻ ദൈവം നമ്മെ With വിളിക്കുകയാണ്. special choosing, ആമേൻ, ഒരു God is പ്രത്യേക calling us. നിയോഗത്തോടുകൂടി With ആയിരിക്കാൻ a ദൈവം specific നിങ്ങളെ purpose, വിളിക്കുകയാണ്. God is calling ആമേൻ, us അനേകർക്ക് വിശ്വാസത്താൽ മാതാവായി to തീരേണ്ടതിന്, be a mother to a lot in അനേകർക്ക് faith, വിശ്വാസത്താൽ പിതാവായി to തീരേണ്ടതിന്, be a father to many in faith, അനേകർക്ക് ദൈവവേലയിൽ സഹോദരങ്ങളായി to be തീരേണ്ടതിന്, brethren in the work of the ആമേൻ, Lord, ദൈവദൂതന്മാർ കാവലായി വരുന്ന ഒരു അഭിഷിക്തനായി മാറേണ്ടതിന്, to become an anointed one for the ആമേൻ, ഒരു Lord. അഭിഷിക്തിയായി മാറേണ്ടതിന്, To become an anointed ആമേൻ, one ഈ for the പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് The വിളിക്കുകയാണ്. Holy Spirit is calling നീ us. പൊത്തുവരുത്തപ്പെടരുത് ദൈവവൈതലേ. Should not be contained, dear ആമേൻ, child of നിന്റെ God. മേൽ, To on നിന്റെ you. മേൽ തന്നെ On you itself. ദൈവത്തിന്റെ വിളിയുണ്ട്. There is a calling of the Lord. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്. There is a choosing of നീ the Lord. ദൈവസ്ഥലിൽ പ്രത്യേകതയുള്ള വ്യക്തിയാണ്. You are important in ആമേൻ, the presence of the നിന്നെ Lord. കൊണ്ട് ചില ദൈവത്തിന് It is ചെയ്യുവാനുണ്ട്. by you that God നിന്നെ has things to do, അനുഗ്രഹിച്ച് to bless you, നിന്നിൽ കൂടെ ചിലരെ അനുഗ്രഹിപ്പാൻ to bless some അവന് people through you. ഉദ്ദേശമുണ്ട്. He has plans. കൃപ ലഭിച്ചവളെ നിനക്ക് Hallelujah. വന്ദനം. Favored one, oh, greetings to you. കർത്താവ് നിന്നോട് കൂടെ. The Lord is with കൃപ you. ലഭിച്ചവരെ നിങ്ങൾക്ക് വന്ദനം. Favored ones, കർത്താവ് Lord is with നമ്മോട് you. കൂടെ. Lord is with us. ഒന്ന് സമർപ്പിക്കുവാനിടയാകുമോ? Can we submit in ഈ His presence? തിരുവചനത്തിനുമുമ്പാകെ നമുക്കൊന്ന് Can we submit in സമർപ്പിക്കാം. front of this യേശുവേ, scripture? എന്നോട് നീ ഒന്ന് Lord, ഇടപെടുകയില്ലയോ? can you enter? Can you deal ആമേൻ, with എന്നോട് me? നീ ഒന്ന് Can you സംസാരിക്കയില്ലയോ? talk to me, Lord? എനിക്കൊരു ദൈവശബ്ദം തരികയില്ലയോ? Can you hear the voice of the എനിക്കൊരു Lord? ദൂത് തരികയില്ലയോ? Give me a message, O Lord. ആമേൻ, നിനക്കൊരു ദൂത് മാത്രമല്ല, Not only just a message, നിന്നിലൂടെ ദൂത് പറയുവാൻ, to speak through നിന്നിലൂടെ you, ചിലർ അനുഗ്രഹിക്കപ്പെടുവാൻ, for people to നീ be ഒരു blessed through you, അനുഗ്രഹമായി മാറുവാൻ, be a blessing to നീ all, അഭിഷേകത്തിന്റെ ഒരു ബ്രാഞ്ചായി be a മാറുവാൻ, branch of ആമേൻ, anointing. നിന്നിലൂടെ ആത്മനദി ഒഴുക്കുവാൻ The Spirit of the Lord ദൈവത്തിന്റെ flow through you. പരിശുദ്ധാത്മ ആഗ്രഹിക്കുകയാ. This Holy Spirit ആമേൻ, wants ദൈവത്തിന് that. നീ വിലപ്പെട്ടതാ. You are important to the ദൈവത്തിന് നീ Lord. മാന്യയാ. You are important to the നീ Lord. കൃപ ലഭിച്ച വ്യക്തിയാ. You are somebody with ആമേൻ, ഒന്ന് grace. സമർപ്പിച്ച് Can we പ്രാർത്ഥിക്കുവാനിടയാകുമോ? submit and pray? ആമേൻ, പുതിയൊരാഴ്ചക്കാലം നമ്മെ ജയത്തോടെ For the നടത്തുവാൻ, Lord to lead us ആമേൻ, victorious the കർത്താവിന്റെ next കൃപ week. നാം ഒരുപോലെ For അനുഭവിച്ചറിയുവാൻ, us to experience the നമ്മുടെ grace. തലമുറകൾ For അനുഭവിച്ചറിയുവാൻ, our children to experience that. പ്രയാസത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ For our അനുഭവിച്ചറിയുവാൻ, parents to experience ആമേൻ, ഒരുമിച്ച് that. സമർപ്പിച്ച് Let us പ്രാർത്ഥിക്കുവാനിടയാകുമോ? submit and pray. എല്ലാവരും ചേർന്ന് സമർപ്പണത്തോടെ And പ്രാർത്ഥിക്കുമ്പോൾ everybody is praying ആമേൻ, സ്റ്റാൻലി submissively. പ്രാർത്ഥിച്ചാണ്. Stanley Praise the പ്രാർത്ഥിക്കട്ടെ. Lord.